ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെന്ന് അറിയോ? മമ്മിനെയും കൊണ്ട് മമ്മിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചെറുപ്പം തൊട്ടാണ്. അങ്ങനെയൊന്നുമല്ല കേസ്, ഞങ്ങളിപ്പോ എവിടെയും പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക. താമരപ്പാടം അടിപൊളിയാട്ടാ, അടിപൊളി. നട്ടുച്ചയാണെങ്കിലും വെയിലൊന്നുമില്ല, വെയില് കുറച്ചേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകള് താമര കാണിക്ക് റോയിലെ പേടിച്ചൊരാളിരിക്കണ നോക്കി. വളയുമ്പോ പേടിക്കരുത്. അമ്മക്ക് പേടിയൊന്നുമില്ല, അമ്മക്ക് നീന്തലറിയാം. നീന്തലറിയാം. മമ്മിയുടെ പ്രായം വെച്ചൊന്നും നീന്താൻ പറ്റില്ലടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരഭാരവും പണ്ട് നീന്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, പണ്ട് ആരുടെ പുറത്തിരുത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കാണിച്ചാൽ തൈമ്പുണ്ടാകോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മിക്ക് പേടിയൊന്നുമില്ല. മമ്മി വെള്ളത്തിൽ വീഴണേന്ന് ആലോചിക്കാൻ. നമ്മുടെ നീന്തല് കാണിക്കാൻ പറയില്ല. പിന്നെ പണ്ട് നീന്ത പോണ ഒരു രസമുണ്ടാവില്ലേട്ടമ്മേ. അത് ഞാൻ പറഞ്ഞു, കൈയും കാലും മാത്രം അടിക്കുള്ളൂ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പണ്ട് നമ്മ നീന്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇപ്പൊക്കെ നമ്മുടെ എന്നിട്ടാണ് വയസ്സും ഭാരവും ശരീരഭാരവും അനുസരിച്ച് നീന്താൻ പറ്റില്ല. പണ്ട് ഇത്രയും മണ്ണില്ലല്ലോ ഇവിടെ. അപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നീന്തായിരുന്നു. അങ്ങനെ താമരകൾ കണ്ട്. പക്ഷെ ഇതില് നീന്താൻ അറിയുമ്പോ എനിക്ക് മാത്രം അറിയുള്ളൂ. അത് വേറെ കാര്യം. അപ്പൊ ഞാനോ? എനിക്കറിയാം, ഞാൻ നീന്തും. അപ്പൊ കൈസ് മമ്മിക്ക് പൂ കിട്ടി. നോട്ടമ്മേ പൂവട്ടെ, താമരപ്പൂ. എന്താ ഭംഗി പറമ്പ്. ഇതേ നല്ല ഭംഗിയിലെ കാണാനുണ്ട്. അടിപൊളി. ഇനി മണം നോട്ടമ്മേ, മണം ഉണ്ടാവോ? നോട്ടെ നോട്ടെ, മണമുണ്ട്. മണുണ്ട്. വിക്സിന്റെ മണോ? വിക്സിന്റെ അല്ല. നോട്ടെ നോട്ടെ. കൈമ പിടിച്ചോ. താമര കിട്ടിയിട്ടുണ്ട്. താമര നല്ല അടിപൊളി ആമ്പലിന്റെ മണോ? താമരയ്ക്ക്. എന്റെ കൂട്ടുകാരി. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് സൂപ്പർ. നമുക്ക് കുഴപ്പമില്ല. അമ്മ ഇടിവെട്ടി നല്ല ഒഴിക്കായിരുന്നു. പേടിക്കാൻ പാടുണ്ടോ അമ്മ? താമര തന്നെയല്ല, ജമന്തി അല്ല, ചെണ്ടു. എന്തിട്ടാ മന്തിപ്പൂവ. മന്തി കഴിച്ച് മന്തി കഴിച്ച് അടിച്ചായിട്ട് മന്തിപ്പൂ. ഞാനല്ല പറഞ്ഞ മന്തിപ്പൂ, നിന്റെ ഭാര്യ. അപ്പൊ അതെ മമ്മി താമരയും കൊണ്ട് വിജയിച്ച് കയറിയൊക്കെയാണ്. കുളത്തിലല്ല, പുഴയല്ല, പാടത്തുനിന്ന്. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മ പേടിച്ച് നൊലോളിച്ചാണ്. അമ്മൂന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. മമ്മിക്കും റോയല് ഫോട്ടോഷൂട്ട്. അപ്പൊ കൈസേ മമ്മി പുള്ളില് വന്നിട്ട് കല്ലുമിരിക്കാണ്. അല്ലേ മീ? നല്ല കാറ്റില്ലോ മീ. സൗണ്ട് കേൾക്കാൻ പറ്റണ്ടോന്ന് അറിയില്ല ഇവർക്ക്. നല്ല കാറ്റ്, നല്ല അടിപൊളി സ്ഥലവും അല്ലേ മീ? ഏത്? ഇതാ. അപ്പൊ നമ്മള് പുള്ളിന്ന് പോയിട്ടൊന്നുമില്ല. ഇതുണ്ട്, കരിക്കും കുടിക്കണം. പിന്നെ അവിടെ കൊറേ ഉപ്പിലിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ അല്ല, ഇവിടെ കരിക്ക് മാത്രമേ ഉള്ളൂ. ഉപ്പിലിട്ട് അങ്ങോട്ട് പോകണം. അതെ, അപ്പൊ നമ്മള് കരിക്ക് കുടിക്കട്ടല്ലേ? കരിക്ക് കുടിക്കാം. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രിപ്പ്? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. അൺഎക്സ്പെക്ടഡ് ആയതുകൊണ്ടാണ് നല്ല സൂപ്പർ ആയിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് പോയി, അടിപൊളി. അമ്മൂന്നത് കണ്ടിട്ട് കളിവീട് പോലെ തോന്നിയാണ്. ചെറുപ്പം അടിപൊളി സ്ഥലം. ആല് നിക്കണ്. നല്ല വീടുറങ്ങിയല്ലോ. അടിപൊളി സ്ഥലല്ലേ മീ? പ്രകൃതി രമണീയം അല്ലേ? അപ്പം അമ്മ എവിടെ വന്നാ? ശോഭ സിറ്റി. നമ്മൾ അവിടുന്ന് പോന്നൂല്ലേ? പുള്ളിന്ന് പോന്നു. ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മമ്മിയുടെ ശോഭ സിറ്റിയിൽ വന്നെന്ന്. അതെ, ഞങ്ങൾ ശോഭ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ശോഭ സിറ്റി. മമ്മി അങ്ങനെ ഈ കേറിട്ട് പേടിയാണ്. അതൊക്കെ പറയാനറിയാണ് എനിക്ക്. മമ്മി എന്തൊരു പരിപാടി? മീ ഇവിടെ മീൻ
മീൻചട്ടി മീൻചട്ടിയിലോ എന്ന് പറയുന്ന ഒരു കടയില് നമ്മള് തിരിച്ചു വരാനുള്ള ഫുഡ് കഴിക്കാൻ കയറി രാത്രിയായി. നമ്മ തിരിച്ചു ശോഭാ സീറ്റിലേക്ക് കയറി 7:15 7:30 ആയിട്ടുണ്ട്. 7:15 അപ്പൊ ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മ നേരെ വീട്ടിലേക്ക് പോയി. നേരെ വീട്ടിലെത്താ. ഇന്നത്തെ കറക്കം കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ കഴിഞ്ഞു. അമ്മൂന് റോയല് ഉറക്കം. അമ്മൂന് ഉറക്കം. അപ്പൊ ഫുഡ് വരട്ടെ നോക്കാം. അതിനുണ്ട് മീൻ ബിരിയാണി അടിപൊളി. അപ്പൊ മക്കളെ ബിരിയാണി എത്തി. ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞേ. ബിരിയാണി എത്തി. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? മാമി കേക്ക് കുടിക്കമ്മീ. നമ്മൾ ഇന്നലെ പുള്ളിയിലൊക്കെ പോയി വന്നിട്ട് അത് എൻഡ് ചെയ്തിട്ടുണ്ടായില്ലേ മീ? അതെ, ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. പിറ്റേ ദിവസം ഇവിടെ ഒന്ന് നോക്കൊന്ന്. മമ്മിയുടെ ബർത്ത്ഡേ എന്തേ മീ? പാടില്ലേ? സുഖ സൂപ്പറാ. അതെ. അപ്പോൾ അതേ മമ്മിക്ക് കട്ട് ചെയ്യാൻ കേക്ക്. അതിനുണ്ട് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടൊന്നും. കട്ട് ചെയ്യാന്നാ. Happy birthday to you. Happy birthday to you. Me. Birthday to you. May the good God bless you. Happy birthday. അമ്പോ അടിപൊളി കേക്കല്ലേ? താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മി. ഷുഗറാണ് ഷുഗർ. മമ്മിക്ക് പിന്നെ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഷുഗറില്ലാത്ത കാരണം അയ്യോടാ റോള് കുട്ടികളോട്ടില്ലടാ റോളും കുട്ടികളും ഗിഫ്റ്റ് മമ്മിക്ക് ഗിഫ്റ്റ്. അപ്പൊ അതേ ആദ്യത്തെ ഗിഫ്റ്റ് മമ്മിക്ക് കൈമാറാൻ പോവുകയാണ്. സമ്മാനം. മമ്മി കൊച്ചു വേണല്ലേ? മമ്മിക്ക് എവിടെ പോകുമ്പോ മറ്റേ ഇതായിട്ടിരിക്കാൻ ഫ്രഷ് ആയിട്ടിരിക്കാൻ 3 ഫ്ലേവർ പെർഫ്യൂം. പിന്നെ കൈ തുടയ്ക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടവൽ, കർച്ചീഫ്. ടവൽ. അതാണ്. ഇനി ചെസ് നമ്പർ 2 ഞാൻ പഠിക്കാം. ചെസ് നമ്പർ 2. മമ്മിക്ക് കുളിച്ചില്ലേ? മമ്മിക്ക് സങ്കടമായിരുന്നു. ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ വിചാരിച്ചിട്ട് മമ്മി ആകെ രാവിലെ തൊട്ട് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എടാ മമ്മിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. തലേ ദിവസം രാത്രി ഗിഫ്റ്റ് തന്നെ തന്നെ അമ്മേ ഷെൽ വർക്ക് പണ്ടത്തെ മോഡലല്ലേടാ? അതിനെന്താ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യണ്ടല്ലോ. അപ്പം ഈ ചുരിദാർ തുണി മക്കളെ നോയില് മമ്മിക്ക് ചുരിദാർ സെറ്റ് ഇഷ്ടമായെന്ന് പറയുന്നു കേട്ടാ. ഇനി ചെസ് നമ്പർ 4 അല്ല 3 മാറിപ്പോലെ എണ്ണവും മറന്നു. മോളെന്തിനാ മേടിച്ചേ? മോളെ എന്തായാലും ചെരുപ്പുണ്ട്. കൊള്ളാം. കറക്റ്റാണ്. അവസാനിപ്പിച്ച വ്ലോഗ് അവസാനിപ്പിക്കും. ആ ഒറ്റ എല്ലാവരും കൂടെ ഒറ്റയ്ക്കിട്ടുണ്ട്. അപ്പൊ മക്കളെ അമ്മൂസ് ചെരുപ്പ്, ഓയില്, ടവല്, പെർഫ്യൂം, ബാഗ്, നോയില്, ചുരിദാർ സെറ്റ് ഇഷ്ടമായില്ലേ? ഇത് ഷോളാണ്. അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.